നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് ചുമതലയേറ്റ ശേഷം ഒരു ദേശീയ മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധ തമിഴ്നാട്ടിലേക്കാണ്. കാരണം അദ്ദേഹം ഒരു ആക്ടർ കൂടി ആയതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ എത്രത്തോളം വിജയിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നടനായിരുന്ന വിജയ് എടുക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ജനങ്ങൾ അതിന് എത്രത്തോളം സ്വീകാര്യത നൽകുന്നു എന്നുള്ളതൊക്കെ തന്നെ ഒരു ചോദ്യമാണ്. ഏതായാലും ജോസഫ് വിജയുടെ രാഷ്ട്രീയ യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കില്ലെന്നും അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമെന്നാണ് ഇപ്പോൾ ജോൽസിൻ്റെ പ്രവചനം വന്നിരിക്കുന്നത്. വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രവചിച്ച ജോൽസ് രാധൻ പണ്ഡിറ്റ് വെട്രിയലാണ് പുതിയ പ്രവചനവുമായി രംഗത്ത് വന്നത്. അതായത് കേവലം ഈ 5 വർഷത്തെ ഭരണം കൊണ്ട് അവസാനിക്കുന്നതല്ല വിജയുടെ രാഷ്ട്രീയ ഭാവിയെന്നും അദ്ദേഹം ഇനി വരും കാലങ്ങളിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്നാണ് ജോൽസിൻ്റെ പ്രവചനം. വിജയ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വിധിക്കപ്പെട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ ജാതകം നരേന്ദ്രമോദിയുടെ ജാതകവുമായി ഏറെ സാമ്യതയുള്ളതാണ്. മുഖ്യമന്ത്രി പദവിയിൽ മാത്രം ഒതുങ്ങാതെ രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലെത്തും. അടുത്ത 30 മുതൽ 40 വർഷത്തേക്ക് വിജയ്ക്ക് രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടാകില്ലെന്നും രാധൻ പണ്ഡിറ്റ് പറഞ്ഞു. വിജയുടെ രാഷ്ട്രീയ യാത്രയുടെ തുടക്കം മാത്രമാണിത്. മോദിയെ പോലെ തന്നെ നേരിട്ട് ഉന്നത പദവിയിലേക്ക് എത്തുന്ന രാഷ്ട്രീയ പാതയാണ് വിജയ്ക്ക് മുന്നിലുള്ളത്. 2001 മോദി ആദ്യമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായ അതേ പ്രായത്തിൽ തന്നെയാണ് വിജയും മുഖ്യമന്ത്രിയാവുന്നത്. മോദിയെ പോലെ സർക്കാരിൽ താഴ്ന്ന പദവികൾ വഹിക്കാതെ സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെയാണ് വിജയ് നേരിട്ട് മുഖ്യമന്ത്രിയായത്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് അതിവേഗം പ്രധാനമന്ത്രിയായി ഉയർന്നു. വിജയ്ക്കും ഇതേ ഭാവിയാണ് ഉണ്ടാവുക എന്നും രാധൻ പണ്ഡിറ്റ് അവകാശപ്പെട്ടു. രാധൻ പണ്ഡിറ്റിനെ വിജയ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പദവിയിൽ നിയമിച്ചിരുന്നുവെങ്കിലും സഖ്യകക്ഷികളുടെ എതിർപ്പിനെ തുടർന്ന് നിയമനം റദ്ദാക്കിയിരുന്നു. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ സിനിമാ താരം കൂടിയായി വിജയ് ഭരണസിരാ കേന്ദ്രത്തിലെ കാലഹരണപ്പെട്ട കൊളോണിയൽ പ്രോട്ടോകോളുകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് VIP സംസ്കാരത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഔദ്യോഗിക കസേരകളിൽ വെള്ളത്തുണി വിരിക്കുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പരമ്പരാഗത രീതി പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മെയ് 14 നടന്ന വ്യവസായ വാണിജ്യ വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത വിജയിന്റെ കസേരയിൽ വെള്ളറ്റവിൽ ഉണ്ടായിരുന്നുവെങ്കിലും തൊട്ടടുത്ത ദിവസം മെയ് 15 വെള്ളിയാഴ്ച ടാഫെ ചെയർപേഴ്സൺ മല്ലിക ശ്രീനിവാസൻ, വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ലക്ഷ്മി വേണു എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് കസേരയിൽ ടവൽ പൂർണ്ണമായും ഒഴിവാക്കിയ കാര്യം ജനശ്രദ്ധയിൽപ്പെട്ടത്. കൗമാരക്കാരിയായ പ്രമുഖ അന്താരാഷ്ട്ര കാലാവസ്ഥാ പ്രവർത്തക ലിസി പ്രിയ കങ്കുജം തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ മുഖ്യമന്ത്രിയോട് നടത്തിയ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് വിജയുടെ ഈ അതിവേഗ നടപടി. മന്ത്രിമാർ മുതൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെ കസേരകളിൽ വെള്ളറ്റവൽ ഉപയോഗിക്കുന്നത് VIP സംസ്കാരത്തിന്റെയും അധികാര ശ്രേണിയുടെയും പ്രകടമായ അടയാളമാണെന്നും ജനാധിപത്യ സർക്കാരിൽ ഇത് മാറ്റണമെന്നായിരുന്നു ലിസി പ്രിയയുടെ ആവശ്യം. തന്റെ അഭ്യർത്ഥന ഉടനടി നടപ്പിലാക്കിയതിന് ലിസി പ്രിയ മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണകാലത്ത് എയർ കണ്ടീഷണറുകൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ വിയർപ്പ് ആഗിരണം ചെയ്യാനും കസേരകളിലെ തുണികൾ കേടാകാതിരിക്കാനുമായി കോട്ടൺ വെള്ളച്ചവലുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നീട് കാലം മാറിയിട്ടും ഓഫീസുകൾ ആധുനിക രീതിയിൽ എയർ കണ്ടീഷണർ സംവിധാനത്തിലേക്ക് മാറിയിട്ടും ഈ കൊളോണിയൽ രീതി അധികാരത്തിന്റെ പ്രതീകമായി ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ നിലനിർത്തുകയായിരുന്നു. തമിഴക വെട്രിക്കഴകം സഖ്യത്തിന്റെ നേതൃത്വത്തിൽ മെയ് 10 തമിഴ്നാട് മുഖ്യമന്ത്രിയായ അധികാരമേറ്റ വിജയ് ആദ്യ ആഴ്ചയിൽ തന്നെ ജനപ്രിയവും ധീരവുമായ നിരവധി തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അധികാരമേറ്റ ഉടൻ തന്നെ സ്കൂളുകൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപമുള്ള 700-ലധികം ടാസ്മാക് മദ്യശാലകൾ നിർത്തലാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഭരണ സംവിധാനത്തിലെ അനാവശ്യ പ്രൗഢിയുടെ പ്രതീകമായ കസേരയിലെ ടവൽ മാറ്റിക്കൊണ്ട് താൻ സാധാരണക്കാരുടെ മുഖ്യമന്ത്രിയാണെന്ന സന്ദേശം വിജയ് ജനങ്ങൾക്ക് നൽകുന്നത്. VIP സംസ്കാരം ഇല്ലാതാക്കാനുള്ള ഈ മാതൃകാപരമായ നീക്കത്തിന് തമിഴ്നാട്ടിലും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയായ ശേഷം ജോസഫ് വിജയ് ധരിക്കുന്ന വെള്ള ഷർട്ടും കറുത്ത സ്യൂട്ടും ട്രെൻഡാകുന്നുണ്ട്. അവസരം മുതലാക്കാൻ പ്രമുഖ വസ്ത്ര വിൽപ്പന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ CM കോംബോ എന്ന പേരിൽ പാക്കേജ് അവതരിപ്പിച്ചു. ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മറ്റു ജില്ലകളിൽ ശാഖകളുള്ള വസ്ത്ര റീറ്റെയിൽ ശൃംഖലയാണ് ആദ്യം ഇത് അവതരിപ്പിച്ചത്.
ഷർട്ട്, സ്യൂട്ട്, ബെൽറ്റ്, ഷൂസ് എന്നിവ ഉൾപ്പെടുന്ന കോംബോയ്ക്ക് 3,999 രൂപ മുതലാണ് വില. മുഖ്യമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ചുള്ള ബിസിനസ് തന്ത്രത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമാണ്. പരമ്പരാഗത രീതിയിലുള്ള മുണ്ടും ഷർട്ടും വേഷത്തിനാണ് മാറ്റം വന്നിരിക്കുന്നത്. അതേസമയം വസ്ത്രം പാശ്ചാത്യ രീതിയിലാണെന്ന ആക്ഷേപവുമുണ്ട്. മുൻ ഉപമുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ ടീഷർട്ട് ധരിച്ചാണ് സഭയിലെത്തുന്നത്. വിജയ് തിരഞ്ഞെടുപ്പ് പ്രചാരണം മുതൽ മുഖ്യമന്ത്രിയാകുന്നതുവരെ വെള്ള ഷർട്ടും ഇളം ബ്രൗൺ കളർ പാൻസുമാണ് ധരിച്ചിരുന്നത്. അതും ട്രെൻഡായിരുന്നു. ചോറ്റുപാത്രവും പിടിച്ച് സെക്രട്ടേറിയറ്റിന്റെ പടി കയറുന്നത് ജീവനക്കാരനല്ല, മുഖ്യമന്ത്രി വിജയാണ്. വീട്ടിൽ തയ്യാറാക്കി ഉച്ചഭക്ഷണം കൊണ്ടുവരും, മറ്റുള്ളവർക്കൊപ്പം ഓഫീസിലിരുന്ന് കഴിക്കും. അധികാരത്തിൽ ഭ്രമിക്കാതെ പ്രവർത്തി കൊണ്ട് മാസാവുകയാണ് ദളപതി. കൃത്യനിഷ്ഠയിലും മാതൃകയാണ്. രാവിലെ 9:45 ഓഫീസിലെത്തും. ഇതിനുടനടി ഫലമുണ്ടായി. 10:30 മറ്റും വന്നിരുന്ന ജീവനക്കാർ 10 മുമ്പ് ഹാജർ. ദിവസവും വൈകിട്ട് ജീവനക്കാരുമായി കൂടിക്കാഴ്ച. ഇതോടെ നേരത്തെയുള്ള മുങ്ങലും നിലച്ചു. 2 ദിവസം കൊണ്ടാണ് ഈ മാറ്റം. വ്യാഴാഴ്ച മുതലാണ് വിജയ് ഓഫീസിൽ വന്നു തുടങ്ങിയത്. 3 ദിവസം നിയമസഭ കൂടിയപ്പോഴും മുഖ്യമന്ത്രി നേരത്തെ എത്തിയിരുന്നു. രാവിലെ 9:30 സഭയിൽ MLA-മാരുടെ സത്യപ്രതിജ്ഞ. വിജയ് 8:55 ഹാജർ. അടുത്ത ദിവസം സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിനും അരമണിക്കൂർ നേരത്തെ എത്തി. ഏതായാലും ഭരണത്തിലേറി കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴും വളരെ വിപ്ലവകരമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവന്ന് തൻ്റെ സിനിമയിലുള്ള മാസ് തൻ്റെ രാഷ്ട്രീയത്തിലും കാണിക്കാൻ തന്നെയാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള മാറ്റങ്ങളാണ് വിജയ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എങ്ങനെ ഉണ്ടാകും വിജയുടെ ഭരണം എന്നുള്ള ഒരു ആകാംക്ഷ തമിഴ് മക്കൾക്കും, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ ഇങ്ങനെ ഒരു വിജയം കരസ്ഥമാക്കിയ വിജയുടെ ഭരണം എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള ആകാംക്ഷയും, അതുപോലെ തന്നെ അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് ആകാംക്ഷയോട് കൂടി തന്നെ ഉറ്റുനോക്കുകയാണ് രാജ്യം മുഴുവൻ.